നമസ്കാരം. ഈ നിമിഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത മറുനാടൻ ബിഗ് ബ്രേക്കിംഗ്. രാഹുൽ മാങ്കൂട്ടത്തിലിന് ജാമ്യമില്ല. ബലാത്സംഗ കേസിൽ പ്രതിയായ യുവ MLA രാഹുൽ മാങ്കൂട്ടത്തിലിന് ജാമ്യമില്ല എന്ന് തിരുവനന്തപുരം പ്രിൻസിപ്പൽ ജില്ലാ സെഷൻസ് കോടതിയുടെ വിധി. പ്രോസിക്യൂഷൻ ഇന്ന് ഹാജരാക്കിയ നിർണായക തെളിവുകൾ പരിശോധിച്ചാണ് കോടതി വിധി. ജാമ്യം നിഷേധിച്ചിരിക്കുന്നു യുവ MLA രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ. ഇന്നലെ വിശദമായി വാദം കേട്ട കോടതി പ്രോസിക്യൂഷനോട് കൂടുതൽ തെളിവുകൾ ഹാജരാക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു. ഈ പ്രോസിക്യൂഷൻ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇന്ന് വാദം നടന്നത്. ബലാത്സംഗ കേസിൽ പ്രതിയായ യുവ MLA രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ജാമ്യ ഹർജിയിൽ ഇന്നലെ 1.5 മണിക്കൂറോളമാണ് പ്രതിഭാഗവും പ്രോസിക്യൂഷനും കോടതിയിൽ അടച്ചിട്ട മുറിയിൽ വാദം നടത്തിയത്. ഇന്നും അരമണിക്കൂറോളം വാദം തുടർന്ന ശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന് ജാമ്യമില്ല എന്ന വിധി വന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ യുവതിയുടെ ഫ്ളാറ്റിലെത്തി ആത്മഹത്യാ ഭീഷണി മുഴക്കിയെന്ന ശക്തമായ വാദമാണ് പ്രോസിക്യൂഷൻ ഉന്നയിച്ചത്. രാഹുൽ ഗർഭചിത്രം നടത്താൻ നിർബന്ധിച്ചതിന് തെളിവുകളുണ്ടെന്നും രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ എതിർത്തുകൊണ്ട് പ്രോസിക്യൂഷൻ വാദിച്ചു. സുഹൃത്തിന്റെ കയ്യിൽ നിന്നും ഗർഭചിത്രത്തിനുള്ള ഗുളിക വാങ്ങി കഴിച്ചില്ലെങ്കിൽ ഫ്ളാറ്റിൽ നിന്നും ചാടുമെന്നും രാഹുൽ ഭീഷണിപ്പെടുത്തിയെന്നും വാദം കൃത്യമായി ഉന്നയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചു. ഉഭയ സമ്മതപ്രകാരമായിരുന്നില്ല ലൈംഗിക ബന്ധമെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. എന്നാൽ ഗുളിക കൊണ്ടുവരാൻ പെൺകുട്ടി ആവശ്യപ്പെടുന്ന ഓഡിയോ പ്രതിഭാഗം ഹാജരാക്കിയിരുന്നു. എന്നാൽ ഇത് കോടതി മുഖവിലക്കെടുത്തില്ല. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന് ജാമ്യം നിഷേധിച്ചുകൊണ്ട് കോടതിയുടെ വിധി പ്രസ്താവം. ഉഭയസമ്മതപ്രകാരമായിരുന്നു ഇരുവരും തമ്മിലുള്ള ബന്ധമെന്ന വാദം രാഹുലിന്റെ അഭിഭാഷകൻ പ്രധാനമായും ഉയർത്തി. എന്നാൽ ഇതിന് അടിസ്ഥാനമില്ല എന്നാണ് കോടതി നിരീക്ഷണം. പരാതിക്ക് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടെന്നായിരുന്നു രണ്ടാമത്തെ പ്രധാന വാദമായി രാഹുലിന്റെ വക്കീൽ ഉന്നയിച്ചത്. എന്നാൽ ഇതും കോടതി മുഖവിലക്കെടുത്തില്ല. ഇത് രണ്ടും പൊളിച്ചുകൊണ്ടായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. ഒരു പെൺകുട്ടി അവരുടെ ഏറ്റവും മോശം അവസ്ഥയിൽ നിൽക്കുന്നതിനിടെ ഒരു ജനപ്രതിനിധിയെ സഹായത്തിന് സമീപിച്ചപ്പോൾ അവിടെ ചൂഷണം നടക്കുകയാണ് ചെയ്തതെന്ന സാഹചര്യവും തെളിവുകളുടെയും പെൺകുട്ടിയുടെ മൊഴിയുടെയും അടിസ്ഥാനത്തിൽ പ്രോസിക്യൂഷൻ ശക്തമായ വാദം ഉന്നയിച്ചു. കേസിൽ വിധി വരുന്നതോടെ രാഹുലിന്റെ രാഷ്ട്രീയ ഭാവിയിൽ എന്തായാലും തീരുമാനമാവുകയാണ്. AICC അധ്യക്ഷനടക്കം പുതിയ പരാതി ലഭിച്ച സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കുക തന്നെ ചെയ്യും. ഹൈക്കമാൻഡിന്റെ ശക്തമായ നിർദ്ദേശവുമുണ്ട്. കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ സാഹചര്യത്തിൽ രാഹുലിനെ എന്തായാലും കോൺഗ്രസ് കൈവിടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. മറ്റൊരു ബലാത്സംഗ കേസ് കൂടി എത്തിയതോടെ ഇനി രാഹുലിനെ സംരക്ഷിക്കുക അസാധ്യമാണെന്നും അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർക്ക് ധാരണയായിട്ടുണ്ട്. ചൊവ്വാഴ്ച വൈകിട്ട് കേരളത്തിലെ മുതിർന്ന നേതാക്കളുമായി സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ കൂടിയാലോചന നടത്തിയിരുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല, മുരളീധരൻ, MM ഹസൻ എന്നിവരുടെ എല്ലാം അഭിപ്രായം തേടിയ ശേഷമാണ് രാഹുൽ കോൺഗ്രസിന്റെ പുറത്തേക്കെന്നുള്ള പ്രാഥമിക റിപ്പോർട്ടുകൾ വരുന്നത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്ക് ജാമ്യം നിഷേധിച്ചിരിക്കുന്നു. യുവതിയെ പീഡിപ്പിച്ച കേസിൽ യുവ MLA എന്തായാലും ജയിലടി എണ്ണാൻ പോകുന്ന സാഹചര്യമാണുള്ളത്. പ്രോസിക്യൂഷൻ ഉന്നയിച്ച വാദങ്ങളെ രാഹുലിന്റെ വക്കീലിന് ഖണ്ഡിക്കാൻ സാധിച്ചില്ല. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിലേക്ക് തന്നെ.